മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മേഘനാഥൻ പറഞ്ഞ ആ കൊലയാളി മഹാലക്ഷ്മിയെ ബോംബ് കാണിച്ച് ഭീഷണിപ്പെടുത്തി ആ ആളില്ലാത്ത വീട്ടിലേക്ക് കൊണ്ടുവന്ന് കെട്ടിയിടുന്നുണ്ട്. എന്നിട്ട് വിളിക്കുന്നുണ്ട് മേഘനെ. സാറ് പറഞ്ഞ ആ പെൺകുട്ടിയെ ഞാനിവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് സാർ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എന്നൊക്കെ പറയുന്നത് മഹാലക്ഷ്മി ശ്രദ്ധിക്കുന്നു. അത് കേട്ട് മേഘനാഥന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം, നീ എന്തായാലും അവളെ നന്നായിട്ട് ശ്രദ്ധിച്ചേക്കണം, കാരണം അവൾക്ക് പിന്നിൽ ഒരുപാട് പേര് രക്ഷകരായിട്ട് വരുന്നതാ, അവന്മാരാരെങ്കിലും വന്ന് അവളെ രക്ഷിച്ചുകൊണ്ട് പോയാൽ അറിയത്തില്ല, അതുകൊണ്ട് നീ നന്നായിട്ടൊന്ന് വാച്ച് ചെയ്തേക്കണേ. അന്നേരം അയാൾ പറയുന്നുണ്ട്, ഉറപ്പായിട്ട് നോക്കിയേക്കാം സാറേ, സാറ് ധൈര്യമായിട്ട് വന്നോ, എൻ്റെ മുമ്പിൽ നിന്ന് ആരും ഇനി ഇവളെ ഇവിടുന്ന് കൊണ്ടുപോവില്ല. അതിനുശേഷം മേഘനാഥൻ വെപ്രാളം പിടിച്ച് വീട്ടിൽ നിന്ന് പോകുന്നുണ്ട് മഹാലക്ഷ്മിയെ കാണാനായിട്ട്. അതേസമയം മഞ്ജു മേഘനാഥൻ പറഞ്ഞ കാര്യങ്ങളും ഫോൺ ചെയ്ത് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ മറഞ്ഞു നിന്ന് കേട്ടതിൻ്റെ പേരിൽ ഓരോന്നും ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ച് വെപ്രാളപ്പെടുന്നുണ്ട്. എന്തായാലും ഈ വിവരം കണ്ണേട്ടനെ അറിയിച്ചേ മതിയാവൂ എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ കണ്ണനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, മഹാലക്ഷ്മി ഏട്ടത്തി എന്തിയെ, തിരിച്ചു വന്നോ, ഓഫീസിൽ പോയിട്ട് എന്നൊക്കെ ചോദിക്കുന്നു. അന്നേരം കണ്ണൻ ചോദിക്കുന്നുണ്ട്, നിനക്കിത് എന്ത് പറ്റി? അയാളെ കാണുന്നതോ അയാളെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നത് കേൾക്കുന്നതോ ഇഷ്ടമല്ലാത്ത ആൾ ഇപ്പോൾ എന്തു പറ്റി അവളെ തിരക്കാൻ? അന്നേരം മഞ്ജു പറയുന്നുണ്ട്, ചുമ്മാ കണ്ണേട്ട ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ മഹാലക്ഷ്മി ഏട്ടത്തി എന്തിയെ, തിരിച്ചു വരാറായില്ലേ, ഓഫീസിൽ ഉണ്ടോ, ഇറങ്ങിയോ എന്നുള്ള കാര്യം ഒന്ന് വിളിച്ച് തിരക്ക്, എന്നിട്ട് ആ വിവരം എന്നെ ഒന്ന് വിളിച്ചറിയിക്കണേ എന്നൊക്കെ പറയുന്നു. അത് കേട്ടിട്ട് കണ്ണൻ ആകെ അങ്ങ് പേടിയാകുന്നു. ഇവളെന്താ ഇങ്ങനെ വെപ്രാളപ്പെട്ട് അയാളെ പറ്റി തിരക്കുന്നത്? ഒന്നാമതേ ശത്രുക്കളുള്ളതാ, ഇനി എന്തെങ്കിലും അപകടം അയാൾക്ക് പറ്റിക്കാണോ എന്നൊക്കെ ചിന്തിച്ച് മഹാലക്ഷ്മിയെ വിളിക്കുന്നുണ്ട് കണ്ണൻ. കണ്ണനെ മഞ്ജു വിളിക്കുന്നതും അതോടെ കണ്ണൻ്റെ മുഖഭാവം മാറിയതും ഒക്കെ ശ്രദ്ധിച്ച അനന്ത് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റിയടാ? അല്ല, ഇപ്പം മഞ്ജു വിളിച്ചു പറയുക ഏട്ടത്തി എന്തിയെ, എവിടായി, എത്താറായില്ലേ എന്നുള്ള കാര്യമൊക്കെ വിളിച്ചൊന്ന് തിരക്കാൻ പറയുന്നു. എന്താ കാര്യമെന്ന് പറയുന്നില്ല. അതെന്താ മഞ്ജു ഇപ്പം അങ്ങനെ പറഞ്ഞത്, എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ലേലും മഞ്ജുവിന് മഹാലക്ഷ്മിയെ ഒട്ടും ഇഷ്ടമല്ലല്ലോ, ഇപ്പോൾ എവിടുന്ന് വന്ന് ഈ സ്നേഹം എന്നൊക്കെ ചോദിക്കുന്നു. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, ഞാനും അതാ വിചാരിച്ചേ. അപ്പോൾ അവൾ പറയുന്നു, കണ്ണേട്ടൻ പഴയ കാര്യങ്ങളൊന്നും തിരക്കിക്കൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് മഹിയെ വിളിച്ചതിന് ശേഷം വിവരം അറിയിക്കണേന്ന്. അന്നേരം അനന്തു പറയുന്നുണ്ട്, ഇനി മേഘനാഥനും കാണും മഹാലക്ഷ്മിയെ കൊല്ലാൻ വല്ല പ്ലാനും ചെയ്യുന്നത്, മറഞ്ഞു നിന്ന് മഞ്ജുവും കാണും കേട്ട് കാണുമോ, അതിൻ്റെ വെപ്രാളത്തിനാണോ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നത്? അല്ലേലും അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ, മഞ്ജുവിന് തീരെ ഇഷ്ടമല്ലല്ലോ മഹാലക്ഷ്മിയെ, അയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കൂട്ടു നിൽക്കുന്ന ആളല്ലേ ഈ പറയുന്ന മഞ്ജുവും. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, ഇല്ലടാ, അവക്കുള്ള സ്വഭാവത്തിൽ ഒരുപാട് മാറ്റമുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ കമലേശ്വരം വീട്ടിൽ വന്ന് എന്നെ കണ്ട് പ്രത്യേകിച്ച് ചൂടായൊന്നും സംസാരിച്ചില്ല. മാത്രമല്ല മഹാലക്ഷ്മിയെ കണ്ണിന് മുന്നിൽ കണ്ട അയാളോട് എന്തെങ്കിലും തർക്കുത്തരം പറഞ്ഞിട്ടേ പോകാറുള്ളായിരുന്നു. കഴിഞ്ഞ തവണ അങ്ങനെയും ഉണ്ടായില്ല. അവക്കുള്ള സ്വഭാവത്തിൽ നല്ല മാറ്റങ്ങളുണ്ടടാ. ഇനി മേഘൻ്റെ വല്ല കള്ളത്തരവും അവൾക്ക് മനസ്സിലായി കാണുമോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലാതെ അവൾക്ക് ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം ഉണ്ടാകാൻ ഒരു ചാൻസും ഇല്ല. എന്തായാലും കോള് വിളിച്ചിട്ട് കോള് കിട്ടുന്നില്ല. കോൾ എടുക്കാത്ത മറ്റൊന്നും കൊണ്ടല്ല, ആ ഗുണ്ട ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. താനെങ്ങാനും ആരെങ്കിലും വിളിച്ച് കോൾ അറ്റൻഡ് ചെയ്ത് എവിടെയാണ് ഉള്ളത്, കാര്യങ്ങൾ വല്ലതും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും വൈകിക്കില്ല, ആ നിമിഷം തന്നെ ബോംബിട്ട് പൊട്ടിച്ചു കൊല്ലും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പേടിച്ച് മഹാലക്ഷ്മി ഫോൺ എടുക്കാതിരിക്കുമ്പം കണ്ണൻ അതിനേക്കായും പേടിയാവുന്നുണ്ട്. അന്നേരം അനന്ത് പറയുന്നു, ഇനി ഒരു നിമിഷം വൈകിക്കണ്ട, എന്തായാലും ഒരു ബെല്ല് തീരുന്നതിന് മുമ്പ് തന്നെ കോൾ എടുക്കുന്ന ആളാണ് മഹാലക്ഷ്മി, എന്തെങ്കിലും അപകടം പറ്റിയോ ഇല്ലയോ എന്ന് അറിയത്തില്ല, മാർക്കോയെ വിളിച്ച് കാര്യങ്ങളൊന്ന് പറയുന്നതാണ് നല്ലത്. അങ്ങനെ കണ്ണൻ മാർക്കോയെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. മഞ്ജു വിളിച്ച് തന്നോട് പറഞ്ഞിരുന്നു മഹാലക്ഷ്മി എവിടെയാണെന്ന് തിരക്കി പറയണം, അവളുടെ സംസാരത്തിൽ എന്തോ ഒരു ഭയമുള്ളതായിട്ട് എനിക്ക് തോന്നി, എന്താണ് കാര്യമെന്ന് അവൾ വ്യക്തമാക്കി പറഞ്ഞില്ല. അതും പ്രകാരം ഞാൻ മഹാലക്ഷ്മിയെ വിളിച്ചിട്ട് അയാളാണെങ്കിൽ കോളും എടുക്കുന്നില്ല, എനിക്ക് ആകെ പേടിയാകുന്നു. താൻ എത്രയും പെട്ടെന്ന് അയാളെ കണ്ടുപിടിച്ച് വിവരം അറിയിക്കണേ. അന്നേരം മാർക്കോ പറയുന്നുണ്ട്, സാറ് വിഷമിക്കേണ്ട, ഞാൻ മഹാലക്ഷ്മിയുള്ള സ്ഥലത്തേക്ക് തന്നെ പോകുന്നേ. അന്നേരം കണ്ണൻ ചോദിക്കുന്നു, അത് നിനക്ക് എങ്ങനെ അറിയാം? സാറും മഹാലക്ഷ്മി മേടവും അമ്പലത്തിൽ വെച്ച് കാണാറുള്ളൊരു മുത്തശ്ശിയില്ലേ, ദേവി മുത്തശ്ശി, ആ മുത്തശ്ശി എന്നോട് വന്ന് പറഞ്ഞു, മോനെ കള്ളക്കേസിൽ നിന്ന് രക്ഷിച്ച ആ മോനും മോളും ഇല്ലേ, അതിലെ മോളുടെ ജീവൻ അപകടത്തിൽപ്പെട്ടിരിക്കുക, എത്രയും പെട്ടെന്ന് ആ മോളെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ അമ്മ തെളിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അവർ പറഞ്ഞു പോയതിന് തൊട്ട് പിറകിൽ തന്നെ കൊട്ടേഷൻ വർക്കൊക്കെ ചെയ്യുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു, ഇതുപോലെ മഹാലക്ഷ്മി മേഡത്തെ ആളില്ലാത്ത ഒരു ഗോഡൗണിൽ പൂട്ടിയിട്ടേക്കുവാണ്, എത്രയും പെട്ടെന്ന് രക്ഷിക്കണമെന്നൊക്കെ. ഞാൻ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട് പറയാം എന്ന് പറയുന്നു.
അതെല്ലാം കേട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട്, മഹാലക്ഷ്മി ഇപ്പം നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് വ്യക്തമായിട്ട് മാർക്കോയ്ക്ക് അറിയാമോ? അന്നേരം മാർക്കോ പറയുന്നുണ്ട്, അറിയാം സാറേ, വിളിച്ചു പറഞ്ഞവൻ ലൊക്കേഷനും അയച്ചു തന്നിട്ടുണ്ട്, അങ്ങോട്ടേക്കാണ് പോന്നേ എന്നൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. ഫോൺ കട്ട് ചെയ്ത് കണ്ണൻ വെപ്രാളത്തി അനന്തുവിനോട് പറയുന്നു, എന്നാലും എൻ്റെ മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടുപോയത് ആരാണ്? എൻ്റെ മഹിയുടെ ജീവൻ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നേ. എൻ്റെ ജീവിതത്തിലേക്ക് ഈശ്വരനായിട്ട് തന്ന നിധിയാണ് മഹാലക്ഷ്മി, അയാളില്ലാതെ എനിക്കിനി ജീവിക്കാനാകില്ല എന്നൊക്കെ പറഞ്ഞ് കണ്ണൻ വിഷമിക്കുന്ന സമയത്ത് അനന്തു പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ടടാ, അയാൾക്കൊന്നും പറ്റത്തില്ല. എന്തായാലും മാർക്കോ മഹാലക്ഷ്മിയുള്ള സ്ഥലം മനസ്സിലാക്കി അങ്ങോട്ടേക്കല്ലേ പോന്നേ, ഉറപ്പായിട്ടും മാർക്കോ മഹിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരും. ഇതിന് പിന്നിൽ ഉറപ്പായിട്ടും ആ മേഘനാഥനോ വാമദേവനോ കരുണയുടെ അച്ഛനോ ആയിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അന്നേരം കണ്ണൻ കലിയോടെ പറയുന്നു, അവരാരെങ്കിലും ആണ് ഇതിന് പിന്നിൽ നിന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെയും വെറുതെ വിടില്ല. അന്നേരം അനന്തു പറയുന്നു, അത് തന്നെ വേണ്ടേ, കാരണം പല തവണയായി നിന്നെയും മഹാലക്ഷ്മിയെയും കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുക്കുന്നു, ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്നു, മരുന്നിൽ മായം കലർത്തി അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇതെല്ലാം വെറുതെ വിടുന്നതിനനുസരിച്ച് അവർ പൂർവ്വശക്തിയോടെ അടുത്ത പ്ലാൻ ചെയ്യുവാണ്. അതിനൊരു തട വേണമെങ്കിൽ ഉറപ്പായിട്ടും നല്ല മറുപടി തന്നെ തിരിച്ചു കൊടുത്തിരിക്കണം, എങ്കിലേ അവരൊന്ന് ഒതുങ്ങൂ എന്നൊക്കെ അനന്തു പറയുന്നുണ്ട്. അന്നേരം മഹാലക്ഷ്മി കെട്ടഴിച്ചു വിടാൻ അയാളോട് കരഞ്ഞു പറയുന്നുണ്ട്, നിന്നെ കാണാനായിട്ട് ഒരാൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അയാൾ വന്നതിന് ശേഷം അയാൾ തീരുമാനിക്കും നിൻ്റെ കാര്യത്തിൽ എന്ത് വേണമെന്ന്, കാരണം അയാളാണ് ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നത്. അങ്ങനെ പറഞ്ഞത് മേഘനാഥൻ്റെ വണ്ടി അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. മേഘനാഥൻ അങ്ങോട്ടേക്ക് സന്തോഷത്തോടെ കയറി വരുന്നുണ്ട്. മഹാലക്ഷ്മിയെ നോക്കി പുച്ഛത്തോടെ പറയുന്നുണ്ട്, നിൻ്റെ അഹങ്കാരമെല്ലാം ഇന്നത്തോടെ തീരോടി, നീ ഇനി ജീവനോടെ കമലേശ്വരം വീട്ടിലേക്ക് പോവില്ല. നീ ഇല്ലാതായി കഴിഞ്ഞാൽ ആ വീൽ ചെയറിലിരിക്കുന്നവൻ ഞങ്ങളുടെ പരിധിക്ക് നിന്നോളും. നീ എന്നാ കുടുംബത്തിൽ വന്ന് കയറിയോ അന്ന് മുതൽ നീ ഓരോ കുശുമ്പും കുന്നായ്മയും പറഞ്ഞ് അവനെ ഞങ്ങളീ നകറ്റി. എൻ്റെയും മഞ്ജുവിൻ്റെയും കല്യാണത്തിന് അവൻ പങ്കെടുക്കാതിരുന്നതും ഞങ്ങളുടെ കല്യാണത്തിനായിട്ട് 1 രൂപയുടെ സഹായം പോലും തരാഞ്ഞതും നിൻ്റെ ഏഷണിയാണെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാടി. നിങ്ങളുടെ സ്വഭാവം ശരിയല്ലെന്നുള്ള കാര്യം കണ്ണേട്ടൻ അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് മഞ്ജു നിങ്ങളും തമ്മിലുള്ള കല്യാണത്തെ കണ്ണേട്ടൻ എതിർത്തതും പങ്കെടുക്കാതിരുന്നതും. അതിനെന്നെ കൊന്നിട്ട് നിങ്ങൾക്ക് എന്ത് നേടാനാണ്? മാത്രമല്ല, എന്നായാലും മഞ്ജു എല്ലാ സത്യങ്ങളും മനസ്സിലാക്കും. നിങ്ങൾ കൊള്ളരാത്തവനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അന്നവൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിരിക്കും. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അങ്ങനെയാണ് സംഭവിച്ചു കഴിഞ്ഞാൽ മഞ്ജുവിന് ജീവനും കാണില്ല. മേഘനാഥൻ മഹാലക്ഷ്മിയുടെ അടുത്ത് ചെന്ന് വൃത്തികെട്ട നോട്ടവും സംസാരവും ഒക്കെ സംസാരിക്കുന്നത് കേട്ടിട്ട് മഹാലക്ഷ്മിക്ക് അറപ്പ് തോന്നുന്നു. എന്തായാലും ഞാൻ നിന്നെ ഒരുപാട് മോഹിച്ചതാ, ഇനി എൻ്റെ ആഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമേ കൊല്ലുന്നുള്ളൂ എന്നൊക്കെ മേഘനാഥൻ പറയുന്നു. എന്തായാലും നിൻ്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ലടാ എന്ന് മഹാലക്ഷ്മി വെല്ലുവിളിച്ച് പറയുന്നു. അങ്ങനെ മേഘനാഥൻ മഹാലക്ഷ്മിയെ തൊടുന്ന സമയത്ത് ഒറ്റ ചവിട്ട് കിട്ടുന്നു. മറ്റാരുമല്ല, മാർക്കോയാണ് മേഘനെ ചവിട്ടുന്നത്. മാർക്കോയെ കാണുന്ന മേഘനൊന്ന് പേടിക്കുന്നെങ്കിലും ഗുണ്ടകളുണ്ടായതുകൊണ്ട് ആ ഒരു ധൈര്യത്തിൽ പറയുന്നുണ്ട്, എന്തായാലും ഇവളെ തീർത്തതിന് ശേഷം നിന്നെ ഒന്ന് കാണണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാ. എനിക്കിവിടെ കുറച്ച് കലാപരിപാടികളുണ്ട്, അതുവരെ ഇവനെ അവിടെ കെട്ടിയിടാ എന്ന് ഗുണ്ടയോടെ പറയുമ്പം ഗുണ്ടയൊന്നും മാർക്കോയെ തൊടാൻ പോകുന്നില്ല. കാരണം മുമ്പൊരിക്കൽ മാർക്കോ ഈ ഗുണ്ടയ്ക്കിട്ട് നല്ലതുപോലെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഓർമ്മ ഗുണ്ടയ്ക്കുണ്ടായതുകൊണ്ട് തൊടുന്നില്ല. മേഘന് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ കാത്തിരുന്ന് കാണാം മേഘനെ തല്ലി ശരിയാക്കുന്നു മാർക്കോ.